നമസ്കാരം. ഞാൻ ഗീത, അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ ഏപ്രിൽ മാസത്തിലെ തീം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ്. നമ്മുടെ പരിസരത്ത് ഇഷ്ടംപോലെ ആരാധനാലയങ്ങളുണ്ട്. ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ക്ഷേത്രങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ ജനങ്ങൾക്കും ഒത്തുചേരാനും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്ഥലമാണ് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓരോ ആരാധനാലയങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കാം. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന പള്ളിയെ നമ്മൾ മോസ്ക് എന്ന് പറയുന്നു. ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്ന പള്ളിയെ നമ്മൾ ചർച്ച് ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നു. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങളെ ടെമ്പിൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നു. ഇത് പറഞ്ഞു കൊടുക്കാം. അവിടെ പലതരത്തിലുള്ള ആരാധനകൾ നടക്കുന്നത് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഓരോ ക്ഷേത്രത്തിലും ഓരോ പള്ളിയിലും അവരവരുടേതായ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അടുത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ 5 വികാസങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ആക്ഷൻ സോങ്, കഥ, പിന്നെ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കാം അവർക്ക്. അങ്ങനെ 5 പ്രവർത്തനങ്ങളിലൂടെ 5 വികാസങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ നമ്മൾ അവരുടെ സർഗാത്മക ക്രിയാത്മക വികാസങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വരയും കളറിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആരാധനാലയങ്ങളെ കുറിച്ച് നമുക്ക് ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് വരച്ച് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അവരുടെ കളർ ചെയ്യിക്കാനുമുള്ള ചെറിയ പടങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് ഞാനിവിടെ കാണിച്ചു. ഒരു പള്ളി എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമ്മൾ മുമ്പ് വീട് വരയ്ക്കാൻ പഠിച്ചല്ലോ. വീട് വരയ്ക്കാൻ പഠിച്ചപ്പോൾ ഒരു ചതുരം ആദ്യം വരയ്ക്കാൻ പറഞ്ഞു. അത് ഒരു ചതുരം വരയ്ക്കണം. ഇതാണ് നമ്മൾ വീട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചതുരം. എന്നിട്ട് ആ വീട്ടിൽ ഉണ്ടോ ഒരു വാതിലും ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. ഒരു 2 ജനാലകൾ, ജനല. പിന്നെ ഇതിപ്പോ വീടിന്റെ ഇതായി. വീടിന്റെ മേൽക്കൂരയ്ക്ക് പകരം നമുക്ക് നീട്ടി ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നടുക്കായിട്ട് ഒരു പൊക്കം കൂടിയ നല്ല പൊക്കത്തിലുള്ള ഒരു ട്രയാങ്കിൾ. ഇനി 2 സൈഡിലായിട്ട് പൊക്കം കുറഞ്ഞ 2 ട്രയാങ്കിൾ 2 സൈഡിലായിട്ട് വരും. ഈ ഏറ്റവും പൊക്കം കൂടിയ ട്രയാങ്കിളിൽ നമ്മൾ ഒരു കുരിശ് ഇവിടെ നീളത്തിനൊരു ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് സ്കെച്ച് കൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളങ്ങ് മായ്ച്ച് കളയാം. കണ്ടോ, ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായി. ഈ കുരിശ് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് എന്ന്. ഇതുപോലെ വരച്ച് കളർ അടിച്ച് വെച്ചതാണ്. ഇതുപോലെ
നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മൾ അന്ന് വീട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വീട് വരച്ചിട്ട് അതിൻ്റെ മേൽക്കൂരയ്ക്ക് പകരം ഈ 3 ത്രികോണങ്ങൾ വരച്ച ഒരു ക്രിസ്ത്യൻ പള്ളി ആയി. അടുത്ത് നമുക്കൊരു മുസ്ലിം പള്ളി എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇതുപോലെ മുമ്പേയും ഞാൻ ഈ പാത്രം വെച്ച് വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം വെച്ച്, പാത്രമോ കുപ്പിയുടെ അടപ്പോ എന്തായാലും വച്ച് നമുക്ക് ഒരു പകുതി റാ പോലെ വരയ്ക്കുക. കണ്ടോ, പകുതി റാ പോലെ വരച്ചിട്ട് എൻ്റെ മൂട്ടിലായിട്ട് വര കൊടുക്കുക. കണ്ടോ, റാ വരയ്ക്കുക. അതിന് ഒരു ബോർഡർ പോലെ കൊടുത്ത് അടുത്ത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഒരു സർക്കിൾ ഇടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിപ്പോ ഒരു വലിയ റ, ഒരു ചെറിയ റ, ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് റ വീണ്ടും ഇടുക. എന്നിട്ട് ഈ ആദ്യം നമ്മൾ വരച്ച വലിയ റായുടെ മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. നമ്മളെ ഈ വലിയ റായുടെ മുകൾ വശം അങ്ങ് മായ്ച്ചിടാം. ഈ ഏറ്റവും മുകളിലിട്ട് കുഞ്ഞറായുടെ മുകളിൽ ഒരു 1 ഇടുക. ചന്ദ്രകല, മുസ്ലിം പള്ളിയുടെ മുകളിൽ കാണുന്നതാണ് ചന്ദ്രകല. അപ്പോൾ മുസ്ലിം പള്ളിയാണിത്. റാ കൊടുക്കുക. അതുപോലെ ഒരു കുഞ്ഞു റാ കൊടുക്കുക. നമ്മൾ ജനൽ വാതിൽ, അവരുടെ പള്ളിയുടെ ജനൽ വാതിലാണിത്. ഇത് ഒരു മുസ്ലിം പള്ളിയുടെ ചിത്രമായി. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ആദ്യം ഒരു വലിയ റാ ഇതുപോലെയുള്ള ഒരു അടപ്പ് വെച്ച് വരയ്ക്കുക. അതിൻ്റെ മുകളിൽ റാ ഇത്തിരി കൂടെ ചെറുതായ ഒരു റാ വരയ്ക്കുക. ഏറ്റവും മുകളിൽ ഏറ്റവും ചെറിയ റാ വരയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരു 1 ഇടുക. ഒരു ചന്ദ്രകല വരയ്ക്കുക. ഒരു സ്റ്റാറും വരയ്ക്കാം. അടുത്ത് താഴെ ഒരു ബോർഡർ കൊടുത്തതിന് ശേഷം വാതിലും ജനലും ഇതുപോലെ. ഇത് സർക്കിളിൻ്റെ, സെമി സർക്കിളിൻ്റെ കളിയാണ് ഈ മുസ്ലിം പള്ളി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടോ, ഇങ്ങനെ ഇത് കുഞ്ഞുങ്ങൾക്ക് വരച്ച് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് മുസ്ലിം പള്ളി. അടുത്തതായിട്ട് നമുക്ക് ക്ഷേത്രം എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാം. ഇത് നല്ല പ്രായമാണ്. ഈ പള്ളി 2 വരയ്ക്കാൻ നല്ല ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അടുത്തതായിട്ട് ഒരു ക്ഷേത്രം എങ്ങനെ പെട്ടെന്ന് വരയ്ക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ അന്ന് ഇത് വീട് വരച്ച് പഠിച്ചു. അതുപോലെ കണ്ടോ, ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നല്ല സ്ക്വയർ ആവണ്ട, എങ്ങനെയായാലും സ്ക്വയർ പോലെ ഇരിക്കണം. വീട് വരയ്ക്കാനാണ്. വീടിൻ്റെ ഒരു ഷേപ്പ് ഇതാ വരച്ചു കഴിഞ്ഞു. ഒരു വാതിലും ജനലും. വാതിലിനൊന്നും ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ അങ്ങ് വരച്ചു വിട്ടാൽ മതി. വാതിൽ ഉണ്ടോ. ക്ഷേത്രത്തിൻ്റെ ജനാല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനുള്ളത് പോലെ ഒന്നുമല്ല. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു ദീർഘചതുരം, ചെറുതായിട്ടുള്ള ഒരു ദീർഘചതുരം വരച്ചാൽ മതി. ഇനി നമ്മൾ ഈ വീട് വരച്ചതിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കണ്ടോ, ഈ അറ്റത്തുനിന്ന്
ഇവിടെ വന്ന് കണ്ടോ ഇങ്ങനെ ഒരു വര. അതുപോലെ ഈ സൈഡ് കണ്ടോ, ഇതിങ്ങനെ ആയല്ലോ. ഈ ബാക്കി സൈഡ് ഒന്ന് മായ്ച്ചോളാം. ഈ വീടിന്റെ ബാക്കി സൈഡ് മായ്ച്ചു കളയുമ്പോൾ ഇങ്ങനായി. ഇനി നമ്മൾ വീടിന്റെ മേൽക്കൂര വരയ്ക്കുമല്ലോ. ഇതിപ്പോ വീടിന്റെ മേൽക്കൂരയായി. ആ മേൽക്കൂര ഇങ്ങനെ വരച്ചിട്ട് കേട്ടോ ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഞാനിങ്ങനെ വരച്ചതേ ഉള്ളൂ. ഇതാണ് ക്ഷേത്രം. കണ്ടോ, ക്ഷേത്രം ഇതാണ്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. ക്ഷേത്രത്തിനാകുമ്പോൾ ഏറ്റവും മുകളിൽ മഞ്ഞ കളർ കൊടുക്കാം. ക്ഷേത്രമല്ലേ, വാതിലിനൊക്കെ ചുവരിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ ഉണ്ടോ, കളറടിച്ച് പടം വരച്ച് കളറടിച്ച് വെച്ചതാണത് ക്ഷേത്രം. നമ്മുടെ നാട്ടിലെ 3 പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആരാധനാലയങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാം, നമുക്ക് സ്റ്റിക്കിൽ ഒട്ടിച്ച് വയ്ക്കാം എന്നുള്ളതാണ് ഞാനിവിടെ വരച്ച് കാണിച്ചത്. ഇത് എല്ലാവരും ചെയ്യുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്